പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ വായന. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കാം. അവർ നല്ല ആളുകളായിരുന്നു. എന്നോടൊപ്പം നടക്കുമ്പോൾ അന്ത്രയോസ് അഭിപ്രായപ്പെട്ടു. യാക്കോബും ഒപ്പമുണ്ട്. അതെ, അവരോടൊപ്പം ഭക്ഷണം പങ്കുവച്ചത് ആസ്വദിക്കുകയായിരുന്നു ഞാൻ. ഗുരു, യൂദാസ് എത്ര അധികമായാണ് കഴിച്ചതെന്ന് അങ്ങ് ശ്രദ്ധിച്ചുവോ? പട്ടിണി കിടന്നുകൊണ്ട് നേരത്തെ തന്നെ അവൻ ഈ അവസരത്തിനായി ഒരുങ്ങുകയായിരുന്നെന്ന് തോന്നിപ്പോയി. വിസ്മയഭാവത്തിൽ യാക്കോബ് പറഞ്ഞു. വല്ലാതെ നിറഞ്ഞുപോയി തൻ്റെ വയറ് കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് മുമ്പിലൂടെ നടന്നു നീങ്ങുന്ന യൂദാസിനെ ഞാൻ കണ്ടു. അത്യാർത്തി മനുഷ്യനെ നശിപ്പിക്കുവാൻ പോകുന്നതാണ്. അത് പണത്തോടുള്ളതായാലും വസ്തുക്കളോടുള്ളതായാലും എന്തിനോടാണോ ആ ആർത്തിയുള്ളവനായിരിക്കുന്നത്, നിന്റെ ആർത്തിയുടെ സ്വാധീനത്തിൻ്റെ ഫലമായി നീ അത് മറ്റുള്ളവർക്ക് നിഷേധിക്കുകയും സ്വാർത്ഥ ചിന്തയിൽ വളരുകയും ചെയ്യും. ഞാൻ യൂദാസിനെക്കുറിച്ച് നൊമ്പരപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവൻ പെട്ടെന്ന് എൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഗുരു, ഞാൻ ആ ഭക്ഷണം നന്നായി ആസ്വദിച്ചു. ഒരുപാട് ഭക്ഷിച്ചു. അതൊരു വിരുന്ന് സൽക്കാരം തന്നെയായിരുന്നു. സമയമുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കഴിക്കാമായിരുന്നു. പെട്ടെന്ന് തിന്നു തീർക്കേണ്ടി വന്നത് വാസ്തവത്തിൽ കഷ്ടമായിപ്പോയി. അവൻ തൻ്റെ പെരുമാറ്റത്തിൽ യാതൊരു അപാകതയും ദർശിക്കുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കുന്നതുമില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം പലപ്പോഴും ഞാൻ യൂദാസിനോട് കർശനമായി പെരുമാറുമായിരുന്നു. മാത്രമല്ല, ഞാൻ അവനെ ഏറെ സ്നേഹിക്കുന്നുമുണ്ട്. യാക്കോബ് പറഞ്ഞു തുടങ്ങി. ഗുരു, മനുഷ്യർ എപ്രകാരമാണ് ഇതുപോലെ അന്ധരാകുന്നത് എന്നതിനെക്കുറിച്ച് അങ്ങ് എപ്പോഴെങ്കിലും അതിശയിച്ചിട്ടുണ്ടോ? ഞാൻ ഉത്തരം നൽകി. യാക്കോബ്, ഉള്ളിലെ അന്ധതയിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഇപ്പോൾ നീ കാണുന്ന അന്ധത. ഞാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്നവനാണ്. ആത്മീയ അന്ധതയുള്ളവർക്കും അതുപോലെ ശാരീരികമായ അന്ധത അനുഭവിക്കുന്നവർക്കും. എന്നാൽ ചില അവസരത്തിൽ കാഴ്ച നൽകാനാവുന്നില്ല. കാരണം വാഗ്ദാനം ചെയ്യപ്പെടുന്ന സൗഖ്യം അവർ നിരസിക്കുന്നു എന്നത് തന്നെ. നിങ്ങൾക്ക് വിശക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഒരുപാട് ഭക്ഷണമുള്ള ഒരുവൻ നിങ്ങൾക്ക് ഭക്ഷണം വെച്ച് നീട്ടുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങളത് നിരസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിശക്കുന്നവനായി തന്നെ തുടരും. നിങ്ങൾക്ക് ആവശ്യമായത് അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ അത് നിരസിച്ചു. അതിനാൽ നിങ്ങൾ പഴയതുപോലെ വിശക്കുന്നവനായി തന്നെ ഇരിക്കും. ഇതുപോലെ തന്നെയാണ് ഇന്നുള്ള പലരും ആയിരിക്കുന്നത്. സൗഖ്യദായകമായ ദൈവിക സ്നേഹം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അത് അവർക്കായി അവിടെ തന്നെയുണ്ട്. എന്നാൽ കൈനീട്ടി അത് എടുക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അവർ സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ അന്ധരായി കഴിയുന്നു. യാക്കോബും അന്ത്രയോസും എന്നെ നോക്കിയിരുന്നു. അന്ത്രയോസ് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ അറിവ് വലുതാണ്. എനിക്കെന്തെങ്കിലും ഇതൊക്കെ പഠിക്കുവാനാകുമോ എന്ന് വിസ്മയിക്കുകയാണ് ഞാൻ. അറിവിൻ്റെയും സത്യത്തിൻ്റെയും ആത്മാവിൽ നീ പഠിക്കും. ആസന്ന ഭാവിയിൽ ഈ ആത്മാവ് നിന്റെ മേൽ വരികയും ചെയ്യുന്നതാണ്. കൈകളാൽ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന അതിൽ പങ്കുചേരുവാൻ മറ്റുള്ളവരെയും പ്രചോദിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിതാവിനെ സ്തുതിച്ചുകൊണ്ട് വഴിയിലൂടെ നടന്നു. വളവ് തിരിഞ്ഞപ്പോൾ മുമ്പിൽ ഒരു പട്ടണം ദൃശ്യമായി. അവിടെല്ലാം നിശബ്ദത വ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പട്ടണത്തിൽ പ്രവേശിച്ചെങ്കിലും ആരെയും കണ്ടില്ല. എന്നാൽ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നപ്പോൾ അതിൻ്റെ കാരണം വ്യക്തമായി. എല്ലാവരും അവിടെ ഒരു ശവസംസ്കാര വിലാപയാത്രയിൽ പങ്കെടുക്കുകയാണ്. 4 ആളുകൾ ചേർന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ ശവം സംസ്കരിക്കുന്നതിന് വേണ്ടി ചുമന്നുകൊണ്ട് പോകുന്നു. സ്ത്രീകളുടെ നിലവിളി എൻ്റെ ഹൃദയത്തെ നുറുക്കി. ഒരുപാട് ദുഃഖം, ഒത്തിരി നൈരാശ്യം. അവൻ എന്ത് ചെറുപ്പമായിരുന്നു! ഒരു സ്ത്രീയുടെ കരച്ചിൽ. അവൻ മരിക്കേണ്ട കാര്യം എന്താണ്? അവൾ വിങ്ങിപ്പൊട്ടി. ഞങ്ങൾ മരിച്ച ആളിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ മുഖത്ത് നിറയെ ശാന്തിയും സമാധാനവും പ്രകടമായിരുന്നു. ഉറങ്ങുന്നവന് വേണ്ടി എന്തിനു കേഴുന്നു? അവൻ മരിച്ചതാണ്, പലരും ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അവൻ മരിച്ചു കിടക്കുന്നത് കണ്ടുകൂടെ? നിങ്ങൾക്ക് ഭ്രാന്താണോ? ആരോ ചീറി. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ശാന്തനായി ചോദിച്ചു. തീർച്ചയായും ഉണ്ട് എന്നായിരുന്നു മറുപടി. നിങ്ങളുടെ പിതാവായ അബ്രാഹാമിൽ വിശ്വാസമുണ്ടോ? ഉവ്വ്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അവർ പറഞ്ഞു. എന്നാൽ മരണത്തിൽ നിങ്ങളെയും കാത്ത് അബ്രാഹാം നിൽക്കുന്നുണ്ടെന്നും നന്മയുടെ ഒരു ജീവിതമാണ് നിങ്ങൾ നയിച്ചു വരുന്നതെങ്കിൽ യഹോവ നിങ്ങൾക്ക് നന്മയും സന്തോഷവും നൽകുമെന്ന് വിശ്വാസമുണ്ടോ? ഉവ്വ് ഉവ്വ്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഒരാൾ ചോദിച്ചു. ശരി, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നല്ലൊരു ജീവിതം നയിച്ച ഈ മനുഷ്യനെ പ്രതി ദുഃഖിക്കുന്നത്? പെട്ടെന്ന് ഒരു നിശബ്ദത വ്യാപിച്ചു. തേങ്ങലുകൾ പോലും നിലച്ചു. മരണം എന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് അർത്ഥമാകുന്നില്ല. മറിച്ച് അത് ദൈവത്തിൻ്റെ കൂടെയുള്ള പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പാണ്. നഷ്ടപ്പെട്ട ഒരു കുടുംബത്തെയോ സുഹൃത്തിനെയോ പ്രതിയുള്ള ദുഃഖമാണ് മരണത്തിൽ സാധാരണയായി അനുഭവപ്പെടാറുള്ളതെന്ന് ഞാൻ അറിയുന്നു. അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം അതിയായി ആഗ്രഹിക്കുന്നു. വേർപാടിൽ വേദനിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം ഒരിക്കലും പൂർണ്ണമാവുകയില്ലെന്ന് കരുതുന്നു. ജീവിതത്തിൽ വലിയൊരു വിടവ് ഉണ്ടാകുന്നു. മാത്രമല്ല, പലപ്പോഴും വല്ലാത്ത ഏകാന്തത അനുഭവപ്പെടുന്നു. മരിച്ചുപോയ ആളിനോടുള്ള സ്നേഹത്താലും അയാൾ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന ആഗ്രഹത്താലും നിങ്ങൾക്ക് ഇപ്രകാരമൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. നോക്കൂ, ഇതൊക്കെയാണ് നിങ്ങളുടെ വികാരങ്ങളും ആവശ്യങ്ങളും. എന്നിരുന്നാലും നല്ലവർക്ക് മരണത്തിലൂടെ ലഭിക്കുന്ന ദൈവത്തിലുള്ള നവജീവിതമാണ് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലവും ആനന്ദവും എന്ന് മനസ്സിലാക്കുവാൻ.
അല്പമെങ്കിലും ഈ വസ്തുത ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ മരണം വലിയൊരു വേദനയല്ലെന്ന് നിങ്ങൾ കണ്ടെത്തുകയും അത് ദൈവത്തിൻ്റെ എന്ത് വലിയ ഒരു ദാനമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. നല്ലവരെ സംബന്ധിച്ചിടത്തോളം മരണം ദൈവത്തിൻ്റെ വിശേഷാൽ ദാനമാണ്, എന്നാൽ ദുഷ്ടർക്കോ നിത്യമായ പരമയാതനയും. ഞാൻ പറഞ്ഞു. എല്ലാവരുടെയും വായ അടഞ്ഞതുപോലെ തോന്നി. അതിനാൽ ഞാൻ തുടർന്നു. സ്നേഹം തന്നെയാകുന്ന ദൈവമാണ് ജീവൻ നൽകുന്നതും എടുക്കുന്നതും. ദൈവേച്ഛയാലാണ് എല്ലാം നിലകൊള്ളുന്നതും. ജീവൻ തന്നെയായ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് മരണത്തിലെ സത്യം വെളിപ്പെടുത്തുന്നതിനായി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ മനുഷ്യരോട് പറയുന്നു, എഴുന്നേൽക്കുക. എൻ്റെ പിതാവിനാൽ വിളിക്കപ്പെടുന്നത് വരെയും നീ മരണത്തിൽ നിന്ന് മോചിതനാകട്ടെ. എഴുന്നേറ്റ് നിന്റെ ഓരോ നിശ്വാസത്താലും ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഞാൻ കവിളിൽ ചുംബിച്ചപ്പോൾ അവൻ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് എഴുന്നേറ്റിരുന്നു. ഞാൻ എവിടെയാണ്? ചുറ്റും സ്തബ്ധരായി നിൽക്കുന്ന ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. അവൻ പറഞ്ഞപ്പോൾ ജനം ആഹ്ലാദാരവത്തോടെ അവനെ പുണർന്നു. ഏറ്റവും വലിയ സ്വരത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ആ ബഹളത്തിനിടയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കടന്നു. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാമായിരുന്നു, അവൻ എവിടെയാണ്? അവൻ എങ്ങോട്ടാണ് പോയത്? ഗുരു, നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കാതിരുന്നത്? അരികിൽ നിന്നുകൊണ്ട് യാക്കോബ് ചോദിച്ചു. അവർ ഒത്തൊരുമിച്ച് ഈ ദാനം ആസ്വദിക്കേണ്ടതിന് അവരെ തനിയെ വിടുന്നത് തന്നെയാണ് ഉത്തമം. കാലാന്തരത്തിൽ ഈ അത്ഭുതത്തിലൂടെയും എൻ്റെ വചനത്തിലൂടെയും ദൈവം നൽകിയത് എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊള്ളും. ഞാൻ പറഞ്ഞു. പിന്നെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മൗനമായി ഞാനും ശിഷ്യന്മാരും നടന്നു നീങ്ങി. ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ വായനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.